ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 2025 ഒരു ബുള്ളറ്റ് ജേണലാണ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ വെൽക്കം 2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബുള്ളറ്റ് ജേണൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാൽ ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ഈ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം, നമ്മുടെ ഈ ഒരു വർഷത്തെ ഗോൾസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ബുക്കിൽ ട്രാക്ക് ചെയ്യണതിനാണ് ബുള്ളറ്റ് ജേണൽ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ മാസത്തെ ബുള്ളറ്റ് ജേണലും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ എന്താ കാര്യം നിങ്ങൾ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇതുകൊണ്ട് നമ്മളെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജേണലിംഗ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റിക്കർ പേപ്പർ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജേണൽ മുഴുവൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഒന്നും വേണമെന്നൊരു നിർബന്ധമല്ല, ജസ്റ്റ് ഒരു ബുക്കും പെന്നും ഉണ്ടായാൽ മതി. ഇതാവുമ്പോൾ കാണാനൊരു ലുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പേജിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ, കുറച്ചധികം സ്റ്റിക്കേഴ്സിനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ ഈ ഒരു വർഷത്തെ കലണ്ടറാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതുകൊണ്ട് എന്താ ഗുണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമെന്ന്. ഈ ഒരു ജേണലിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഭയങ്കര ഈസി ആക്കാനും പറ്റും. അതുപോലെ തന്നെ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിനെ ഒന്ന് പ്രൊഡക്റ്റീവായി കൊണ്ടുപോകാനും പറ്റും. നിങ്ങളെന്തായാലും ചെറുതായിട്ടൊരു ജേണലിങ് ചെയ്യും നോക്ക്, മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാലോ. അങ്ങനെ കലണ്ടറൊക്കെ മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഈ സ്റ്റിക്കർ പേപ്പർ എങ്ങനെ എഡിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഒന്ന് കണ്ടോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് വീട്ടിലെങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. വേണ്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നെക്സ്റ്റ് പേജിൽ ലെറ്റർ ടു മൈ സെൽഫാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വിഷ് ലിസ്റ്റ്. ഇതുപോലെ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് നേടിയെടുക്കേണ്ട കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചു കൊടുക്കുക. എന്നിട്ട് 2025 ഡിസംബർ 31 ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാധിക്കാതെ പോയത്, അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, ഇനി അത് നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട പേജിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വെറുതെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് 2 പേജിൽ ഈ ഒരു ജേണലിംഗ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ 2 കോട്ട്സാണ് എഴുതിയിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കാണാനൊക്കെ ഒരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ബർത്ത്ഡേയ്സ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് ഓരോ മാസങ്ങളും താഴെയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. താഴെയല്ല, ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡേറ്റ്സും കാര്യങ്ങളൊന്നും അധികം തലയിൽ നിൽക്കൂല. അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത്ഡേയ്സും ഇതുപോലെ ഓരോ മാസത്തിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് എടുക്കുമ്പോൾ നമുക്കത് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനിവിടെ ബർത്ത്ഡേ എഴുതിയിൽ ഒരു എച്ച് മിസ്സിങ് ആണ്. അത് ഞാൻ എഴുതാൻ വിട്ടുപോയാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ആക്കുന്ന ടൈമിലാണ് അത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാനത് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇതിലൊന്ന് ഇൻക്ലൂഡ് ആക്കിയതാണ്. പക്ഷേ പിന്നുള്ളതൊക്കെ ഫസ്റ്റ് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൽ എച്ചില്ലാത്തത് കേട്ടോ. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? പിന്നെ അവിടെ ഇവിടെയൊക്കെ നിറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഷീറ്റ് പ്രിൻ്റ് എടുത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടിക്കണേലും ഒരു കുറവും വരുത്തിയിട്ടില്ല. നെക്സ്റ്റ് പേജിൽ ഞാൻ പീരിയഡ്സ് ട്രാക്കറാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ മാസങ്ങളും എഴുതി കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമുക്ക് പീരിയഡ്സ് ആവുന്ന ഡേറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പീരിയഡ്സ് ഡേറ്റ്സ് മാറുന്നത് എല്ലാ മാസം ആയില്ലേ എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡേറ്റ്സ് ഒക്കെ മറന്നു പോണവർക്കും ഇത് യൂസ്ഫുള്ളാണ്. കറക്റ്റ് ഡേറ്റിനാവുന്നവർക്ക് ഈ ഒരു പേജ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലയെന്ന് തോന്നുന്നവർക്കും ഇത് സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയ പോലെ ചെയ്യുക.
അടുത്തത് 2025 ഗോൾസ് ആണ്. ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒന്നും തീരെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. തോന്നുമ്പോൾ മാത്രം സ്കിൻ കെയർ ചെയ്യും. അതൊക്കെ ഒന്ന് മാറ്റി ഡെയിലി സ്കിൻ കെയർ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ ഞാൻ യൂട്യൂബ്, റൂട്ടീൻസ്, ജേർണലിങ് അങ്ങനെ കുറച്ചും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ യൂട്യൂബ് വീഡിയോസാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോരോ ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ അത് മറന്നു പോകണിന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ പിൻട്രസ്റ്റൊക്കെ നോക്കുമ്പോൾ അതിലിങ്ങനെ ഓരോരോ യൂട്യൂബ് വീഡിയോസിലെ ഐഡിയാസൊക്കെ കാണും. പക്ഷേ അതിൻ്റെ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ മാറ്റി ചെയ്യാന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എന്ത് വീഡിയോസ് ചെയ്യുമെന്നുള്ളതും ഇങ്ങനെ ആലോചിച്ച് കിടക്കണ്ട. ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമല്ലോ. അടുത്തതാണ് ഹൈലൈറ്റ്സ് ഓഫ് ദി ഇയർ. അതായത് 2025 ബെസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. ഒരു വർഷത്തിൽ നമുക്ക് സന്തോഷങ്ങൾ മാത്രമൊന്നല്ലായിരിക്കുമല്ലോ ഉണ്ടാവുക, സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് പേജിൽ ബൈ ബൈ 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും നല്ലൊരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.